ഒരു നൊബേൽ അത് മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗ്രഹം. അതിന് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ട്രംപിന്റെ നൊബേൽ മോഹത്തിന് തടസ്സം നിൽക്കുന്നത് നരേന്ദ്രമോദിയാണോ? യുദ്ധങ്ങളുടെ അന്തകനാണ് താനെന്ന് വീമ്പ് പറഞ്ഞ് എങ്ങനെയെങ്കിലും നൊബേൽ പോക്കറ്റിലാക്കണം. ഉള്ളത് പറയണമല്ലോ. ഇങ്ങനെയൊരു ആഗ്രഹം ട്രംപിന് ആദ്യം ഉണ്ടായിരുന്നില്ല. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് നൊബേൽ കിട്ടിയതാണ് ട്രംപിന്റെ നൊബേൽ ആഗ്രഹങ്ങൾക്ക് വിത്തിട്ടത്. രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോൾ മുതൽ എല്ലാ യുദ്ധങ്ങളും താൻ അവസാനിപ്പിക്കും എന്നായിരുന്നു ട്രംപിന്റെ വീരവാദം. 6 മാസത്തിനുള്ളിൽ 6 യുദ്ധങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുവെന്നാണ് ട്രംപ് പറയുന്നത്. ഏതൊക്കെയാണ് ആ 6 യുദ്ധങ്ങൾ? ഇന്ത്യ പാക് സംഘർഷത്തിന് അയവ് വരുത്തിയത് താനാണെന്നാണ് ട്രംപ് പറയുന്നത്. 27 ഇന്ത്യക്കാരുടെ ജീവനെടുത്ത പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ തന്റെ ഇടപെടൽ മൂലമാണ് അവസാനിച്ചതെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യ പല വേദികളിൽ പല അവസരങ്ങളിൽ ഇത് നിഷേധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ലോക്സഭയിൽ തന്നെ ഈ വാദം തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ മൈ ഫ്രണ്ട് ട്രംപ് അതൊന്നും കേട്ട മട്ടില്ല. ഈ വാദത്തെ പക്ഷേ പാകിസ്ഥാൻ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. ട്രംപിന് നൊബേൽ നൽകണമെന്ന് പാകിസ്ഥാൻ നിലപാടെടുത്തു കഴിഞ്ഞു. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ട്രംപ് പ്രധാന പങ്കുവഹിച്ചു. ട്രംപ് ഒരു സമാധാന കാംക്ഷിയാണെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ഇതിന് പിന്നാലെ പാകിസ്ഥാനോട് പ്രത്യേക മമതയാണ് ഡൊണാൾഡ് ട്രംപിന്. ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തിയതും താനാണെന്ന് പറയുന്നു ട്രംപ്. വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചത് തന്റെ വാക്ക് വിശ്വസിച്ചാണെന്ന് ട്രംപ്. പാകിസ്ഥാന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തു. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നിങ്ങൾ നൊബേൽ അർഹിക്കുന്നുവെന്ന് പറഞ്ഞ് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്ത് നൊബേൽ കമ്മിറ്റിക്ക് അയച്ച കത്തും നെതന്യാഹു പുറത്തുവിട്ടിരുന്നു. അധികാരത്തിലെത്തിയാൽ ആദ്യ ദിവസം റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ആദ്യ ദിവസം പോട്ടെ, മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ കാര്യങ്ങൾ സമാധാനത്തിലേക്ക് എത്തിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിട്ടില്ല. അടുത്തിടെ അർമേനിയ അസർബൈജാൻ സമാധാന ഉടമ്പടിക്ക് ട്രംപ് മധ്യസ്ഥത വഹിച്ചിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ചിരകാല വൈര്യത്തിനാണ് അവസാനമായത്. ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ അർഹിക്കുന്നുവെന്ന് അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനേനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തായ്ലൻഡ് കംബോഡിയ വെടിനിർത്തൽ കരാറിനായി സമ്മർദ്ദം ചെലുത്തിയതും ട്രംപാണ്. അസാധാരണ രാഷ്ട്രതന്ത്രജ്ഞനെന്ന് പറഞ്ഞ് കംബോഡിയയുടെ പ്രധാനമന്ത്രി ഹൺ മാനേജ് ട്രംപിനെ നൊബേലിന് നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. നോമിനേഷൻ നൽകിയെന്നറിഞ്ഞതിന് പിന്നാലെ കംബോഡിയൻ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ 49% തീരുവ 19% ട്രംപ് കുറച്ചു കൊടുത്തു കേട്ടോ. റുവാണ്ട ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുമായുള്ള സംഘർഷങ്ങൾക്ക് അറുതി വരുത്താനും ട്രംപ് ഇടപെട്ടിരുന്നു. ആഫ്രിക്കയിൽ സ്വാധീനത്തിനായി ചൈനയും അമേരിക്കയും മത്സരിക്കുന്ന സമയത്താണ് ട്രംപിന്റെ ഈ ഇടപെടൽ. ഈ 2 രാജ്യങ്ങളും ട്രംപിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ജനുവരിയിൽ അധികാരമേറ്റ ശേഷം ശരാശരി ട്രംപ് പ്രതിമാസം ഒരു സമാധാന കരാറോ വെടിനിർത്തലിനോ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടെന്നാണ് വൈറ്റ് ഹൗസിന്റെ കണക്ക്. സമാധാനത്തിനുള്ള നൊബേലിന് ട്രംപിനെ പിന്തുണയ്ക്കുന്നത് ലോക നേതാക്കൾക്കിടയിൽ ഒരു പുതിയ നയതന്ത്രമായി മാറിയിട്ടുണ്ട്. പ്രസംഗങ്ങൾ, പ്രചാരണ റാലികൾ, അഭിമുഖങ്ങൾ എല്ലായിടത്തും നൊബേലിനെ കുറിച്ച് വാചാലനാണ് ഡൊണാൾഡ് ട്രംപ്. എൻ്റെ പേര് ഒബാമ എന്നായിരുന്നുവെങ്കിൽ എനിക്ക് 10 സെക്കൻഡിൽ നൊബേൽ കിട്ടുമായിരുന്നുവെന്ന ട്രംപിന്റെ പ്രസ്താവന ആഗ്രഹത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നതാണ്. ചുരുക്കം ചില അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് മാത്രമേ സമാധാനത്തിനുള്ള നൊബേൽ കിട്ടിയിട്ടുള്ളൂ. തിയോഡോർ റൂസ്വെൽറ്റ്, വുഡ്രോ വിൽസൺ, ജിമ്മി കാർട്ടർ, ബരാക് ഒബാമ. ട്രംപിന്റെ നൊബേൽ മോഹങ്ങൾക്ക് ഇന്ത്യ എതിര് നിന്നോ? മോദി മൈൻഡ് ചെയ്തില്ലേ ട്രംപിനെ? നൊബേലിൽ മോദി ട്രംപിനെ പിണക്കി എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. എല്ലാ രാജ്യങ്ങളും ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ മോദി മാത്രം മാറി നിന്നു. ഇത് ട്രംപിനെ പ്രകോപിപ്പിച്ചുവെന്നും ഇതാണ് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്താനുള്ള കാരണവുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ പാക് വെടിനിർത്തൽ തന്റെ ശ്രമഫലമാണെന്നും തന്നെ നൊബേലിന് ശുപാർശ ചെയ്യണമെന്നും ട്രംപ് ജൂൺ 17 ഒരു ഫോൺ കോളിൽ മോദിയോട് ആവശ്യപ്പെട്ടുവെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്.
നേരത്തെ തന്നെ വെടിനിർത്തലിന് പിന്നിൽ താനാണെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ മോദിയെ അസ്വസ്ഥനാക്കിയിരുന്നു. പാകിസ്ഥാൻ ശുപാർശ ചെയ്തതുപോലെ മോദിയും ശുപാർശ ചെയ്യണം എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇന്ത്യ ഇത് നിരസിച്ചു. ഇന്ത്യ പാക് വെടിനിർത്തലിൽ ട്രംപിന്റെ ഇടപെടലില്ല എന്ന് മോദി കൃത്യമായി നിലപാടെടുത്തു. ഇതാണ് രണ്ട് നേതാക്കളും തമ്മിലുള്ള ബന്ധത്തെ ഉലച്ചത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലും പ്രതിസന്ധിയുണ്ടായി. ഈ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ഇന്ത്യക്ക് 50% അധിക തീരുവ ട്രംപ് ഏർപ്പെടുത്തിയത്. ഒക്ടോബർ 10-നാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുക. പക്ഷേ ജനുവരിയിൽ നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസരം സമാപിക്കും. അതായത് പാകിസ്ഥാന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ നാമനിർദ്ദേശം വേസ്റ്റ് ആയെന്ന് ചുരുക്കം.